ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൽഫോണിൽ നമ്പർ പ്രസ് ചെയ്തിട്ട് അത് കാതോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അലീന മുറിയിലൂടെ മന്ദം നടന്നു. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ മറുവശത്ത് നിന്നും ഹലോ കേട്ടു. ഹലോ. അലീന തിരിച്ചും ഹലോ പറഞ്ഞു. ഹലോ, ഹു ഈസ് സ്പീക്കിംഗ്? അലീനയ്ക്ക് ഒരു കുസൃതി തോന്നി. ഈസ് ഇറ്റ് മിസ്റ്റർ എം എസ് മേനോൻ? എം എസ് മേനോൻ? ഐ മീൻ മനുശങ്കര മേനോൻ. യാ, മേ ഐ നോ യുവർ നെയിം പ്ലീസ്? ഇത്രയും ആയപ്പോഴേക്കും അലീനയ്ക്ക് ചിരി പൊട്ടിപ്പോയി. പഴയൊരു പരിചയക്കാരിയാ, പേര് അലീന. മറുവശത്ത് അനക്കമില്ല. ഹലോ മനുവേട്ട. എന്നിട്ടും പ്രതികരണമില്ല. അലീനയ്ക്ക് പരിഭ്രാന്തിയായി. കളിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? മനുവേട്ട വിളിച്ചത് അവൾ കാതോർത്തു. പോയോ? ഇതെന്താ ഒന്നും മിണ്ടാത്തേ? മനുവേട്ട, ഒന്നുകൂടെ വിളിക്കേ. അലീന മിണ്ടാതെ നിന്നു. ഇപ്പം നീ എൻ്റെ മുൻപിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ? രണ്ട് കൈ നീട്ടി കഴുത്തിൽ കൂടി കൈയിട്ട് കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിലൊരുമ്മ. അലീനയുടെ പ്രതികരണത്തിന് 2 നിമിഷം കാത്തിട്ട് അവൻ ചോദിച്ചു, ഇഷ്ടപ്പെട്ടില്ലേ? ഉത്തരമില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനത് തന്നു കഴിഞ്ഞു. ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. 4-5 നിമിഷങ്ങൾക്ക് ശേഷം അലീന ചോദിച്ചു, മനുവേട്ടൻ ബിസിയാണോ? ബിസി അല്ലെന്ന് മാത്രമല്ല, തൽക്കാലം ബിസിയാകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ബിസിക്ക് ഞാൻ അവധി കൊടുത്തു. അവൾ കുറച്ച് സമയം വിശ്രമിക്കട്ടെ. അവൻ്റെ വർത്തമാനം കേട്ട് അവൾക്ക് ചിരി വന്നുപോയി. ബിസിക്ക് മാത്രമേ അവധി കൊടുത്തിട്ടുള്ളൂ, അതോ വേറെ വല്ലവർക്കും കൂടി? മനസ്സിലായി. ഞാനിവിടെ വേറെ പെൺകുട്ടികളുമായി കിന്നരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് അല്ലേ? മനുശങ്കറിൻ്റെ വാക്കുകൾക്കിടയിൽ ചിരി ചിതറി വീണു. അവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഇല്ലേ? ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഫോൺ കോൾ വരുമ്പോൾ ഞാനൊരു സുന്ദരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മനുവേട്ടൻ്റെ കൂടെ ഒരുപാട് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ടോ? പിന്നെ ഇല്ലേ, ഇതൊരു വലിയ IT കമ്പനിയല്ലേ? വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. മലയാളി കുട്ടികൾ, തമിഴത്തികൾ, തെലുങ്കത്തികൾ, നോർത്ത് ഇന്ത്യൻസ്, കന്നഡക്കാരികൾ, അങ്ങനെ എത്ര പേർ. സുന്ദരികൾ മാത്രമല്ല, സുന്ദരന്മാരുമുണ്ട്. എന്നിട്ട് അതിലാരോടും ഇഷ്ടം തോന്നിയിട്ടില്ലേ മനുവേട്ടനും? തോന്നിയിട്ടില്ലേന്ന് ചോദിച്ചാൽ നിന്റെ അടുത്ത് കള്ളം പറയാൻ വയ്യ. നിന്നോടൊരു നുണ പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ചീറ്റ് ചെയ്തതുപോലെയാ തോന്നുന്നേ. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 3 പേരോടാ ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പുറമേ കാണുമ്പോഴുള്ള ഭംഗി, സംസാരം, ചിരി, ഫിഗർ, ഇതൊക്കെയാണ് ആകർഷണം. പക്ഷെ കൂടുതൽ സംസാരിക്കുമ്പോൾ ആ ഇഷ്ടമൊക്കെ താനെ അലിഞ്ഞു പോകും. മനസ്സിൽ നിന്ന് ഒരു സിഗ്നൽ വരും, മോനെ ഇത് നിനക്ക് സ്യൂട്ടാവില്ല എന്ന്. അങ്ങനെ ഇടയ്ക്ക് മാറിക്കളിക്കുമ്പോൾ അവർക്ക് സങ്കടമാവില്ലേ മനുവേട്ട? എൻ്റെ പൊട്ടിപ്പെണ്ണെ, അത്രയ്ക്ക് അടുത്തിട്ടൊന്നും ഞാൻ ചെന്നിട്ടില്ല. ഒരടയാളം പോലും കൊടുക്കുന്നില്ല. അവർക്ക് തിരിച്ചിങ്ങോട്ട് ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല. എൻ്റെ മനസ്സിൽ മാത്രം ഒരു തീപ്പൊരി പോലെ മിന്നി അണഞ്ഞങ്ങ് പോകുന്ന കേസുകളാണ് അതെല്ലാം. ഞാൻ തന്നെ അരിച്ചരിച്ചു നോക്കിയിട്ട് അതങ്ങ് കളയും. ഇങ്ങനൊരിഷ്ടം ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ലേ? ഒരു പെൺകുട്ടിയോടുണ്ടായിരുന്നു, അങ്കമാലിക്കാരി. എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് കണ്ണിൽ നോക്കിയാൽ അറിയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്യൂബിക്കിളിൽ വരും, വെറുതെ സംസാരിക്കാനോ സംശയം ചോദിക്കാനോ ഒക്കെ. എന്നിട്ട് 4-5 ദിവസം മുമ്പ് അവൾ വന്നു നോക്കിയപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ സേവായിട്ട് ഒരു പെൺകുട്ടിയുടെ പടം. ഇതാരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന്. അതിനുശേഷം അവൾ എൻ്റെ ക്യൂബിളിൽ വന്നിട്ടില്ല. കഷ്ടം. ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം തോന്നിയിട്ടുണ്ടാവും. അതിന് ഞാനെന്ത് പിഴച്ചു? എനിക്ക് ആ കുട്ടിയോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നണ്ടേ? മനുവേട്ടൻ അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടപ്പെടണം. ഒരുപാട് അരിച്ചരിച്ചു നോക്കിയാൽ എല്ലാം തികഞ്ഞവരായിട്ട് ആരാ ഉള്ളത്? നമുക്കുമില്ലേ കുറ്റങ്ങളും കുറവുകളും? തമ്മിൽ ഭേദം ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ലാപ്ടോപ്പിൽ മാത്രമല്ല, ആ സ്ക്രീൻ സേവർ എൻ്റെ ഹൃദയത്തിലുമുണ്ട്. ഇനി വേറൊരു പെൺകുട്ടിക്ക് അങ്ങോട്ട് കടക്കാൻ ഒരു വിദൂര സാധ്യത പോലുമില്ല. മനുവേട്ടൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു? പിന്നെ പറയാതെ, എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ 5 പേർ ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്കെടുത്ത് അവിടെ താമസം. ജോലി കഴിഞ്ഞ് വന്ന് സംസാരിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിവു ദിവസങ്ങളിൽ ഞങ്ങൾ നിന്നെപ്പറ്റി പറയും. അവർക്കെല്ലാം അറിയാം നിൻ്റെ കഥകൾ. അവർക്കെല്ലാം നിന്നെ ഇഷ്ടമാകട്ടോ. നിൻ്റെ ഫോട്ടോഗ്രാഫും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം പറയട്ടെ മനുവേട്ട? അലീന സ്വരത്തിൽ കലർന്ന വിഷാദത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലായി. എനിക്കറിയാം, ആ പഴയ പല്ലവി തന്നെയല്ലേ നിന്നെ സഹോദരിയെപ്പോലെ കാണണമെന്ന്. ഞാനത് വെറുതെ പറയുന്നതല്ല, തക്കതായ കാരണങ്ങളുണ്ടായിട്ടാ മനുവേട്ട. ബാലചന്ദ്ര മേനോനോട് ഞാനൊരു സ്ത്രീയിൽ ജനിച്ച മകളെ കല്യാണം കഴിക്കാൻ എനിക്കെന്താ തടസ്സം? മനുവേട്ട പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ശരിക്കും ഞാൻ ആരാണെന്ന് മനുവേട്ടന് അറിയില്ലേ? അറിയാം. ജയന്തി ആൻറ്റി പ്രസവിച്ച മോളാണെന്ന് നീയെന്ന് എനിക്ക് വളരെ മുൻപേ നന്നായി തന്നെ അറിയാം. അലീന നടുങ്ങിപ്പോയി. അവളുടെ തൊണ്ട വരണ്ടു. അത് മാത്രമല്ല അറിയാവുന്നത്, നീ ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലാണെന്നും അറിയാം. അലീന നാവിറങ്ങിപ്പോയതുപോലെ സ്തംഭിച്ചു നിന്നു. അങ്കിളിനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഈ ഊഹം ശരിയാണെന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ സമ്മതിച്ചു തന്നതേ ഉള്ളൂ.
അങ്കിളിന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, ആരോടും, നിന്നോട് പോലും പറയില്ല എന്ന്. ഇപ്പോൾ നിൻ്റെ അടുത്ത് മാത്രമാണ് ഞാൻ ആ വാക്ക് തെറ്റിച്ചത്. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട്. ഞാൻ ഫോൺ വെച്ചോട്ടെ? അലീനയുടെ ശബ്ദം വിറച്ചു. വെക്കരുത്. ഞാനതെല്ലാം അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനവും കൂടിയിട്ടേ ഉള്ളൂ. അലീന ഫോണിൽ തെരുപ്പി പിടിച്ചുകൊണ്ട് നിന്നു. അലീന, ഞാൻ നിന്നെ വേദനിപ്പിച്ചോ? ഇല്ല. ഭയപ്പെടുത്തിയോ? ഇല്ല. പക്ഷേ നീ വല്ലാതെ പേടിച്ചതുപോലെ തോന്നുന്നു. ഒന്നുമില്ല, ഞാൻ വെച്ചോട്ടെ മനുവേട്ട. അലീന പ്ലീസ്, നീ എന്താ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുന്നത്? എത്ര ധൈര്യത്തോടാണ് നീ ഓരോരോ പ്രശ്നങ്ങളെ നേരിട്ടത്. ഞാൻ അതിശയിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ എവിടെ ഒളിച്ചാലും നിന്നെ എനിക്ക് കാണാം. നിന്റെ മനസ്സും ചിന്തയും ഒക്കെ കാണാം. ഞാനിപ്പോൾ വേറൊരു വീട്ടിലാണ് മനുവേട്ട. കടപ്പാട്ടൂരെ വീട് പോലെ അല്ല. സാഹചര്യങ്ങളെല്ലാം മാറി. എൻ്റെ പപ്പയ്ക്കാണ് ഇനി എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം. മനസ്സിലായി. വേറൊരു മതവും സംസ്കാരവുമാണ് എന്നൊക്കെ അറിയാം. പക്ഷേ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ അംഗം എന്ന പോലെ തന്നെ ഒരു ഹിന്ദു ഫാമിലിയിലേതും കൂടിയാണ് നീ. നിനക്ക് എന്തു പക്ഷത്തേക്കും വരാം. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ മനുവേട്ട ഇത്? എൻ്റെ പപ്പയ്ക്കും കുടുംബക്കാർക്കും ഇഷ്ടപ്പെടുമോ? മനുവേട്ടൻ വീട്ടിൽ ആരെങ്കിലും സമ്മതിക്കോ? മനുവേട്ടന് എന്നെക്കാളൊക്കെ എത്ര നല്ല പെൺകുട്ടിയെ കിട്ടും? എന്താ സംശയം? നിന്നേക്കാൾ സുന്ദരികളായ പലരും ഇവിടെ തന്നെയുണ്ട്. 10-20 ലക്ഷം സ്ത്രീധനവും വാങ്ങിക്കാം. സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ മനസ്സിനിണങ്ങിയ പെണ്ണാണെന്ന് തോന്നിയിട്ടാ. മറ്റുള്ളവരോട് മനസ്സ് കാണാനും അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയാനും തന്നെത്താൻ മറന്നും അവരെ സഹായിക്കാനുള്ള സന്നദ്ധത കണ്ടിട്ടാ ഞാൻ ഇത്രയേ ചിന്തിച്ചുള്ളൂ. നിനക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നീ എന്നെ സഹായിക്കും. എൻ്റെ മനപ്രയാസങ്ങളെ തുടച്ചു മാറ്റും. അതിൽ കൂടുതൽ എനിക്കെന്താ വേണ്ടത്? നിന്റെ തീരുമാനം എന്തായാലും ശരി. നീയില്ലാതെ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. മനുവേട്ട, എൻ്റെ അവസ്ഥ. അലീനയ്ക്ക് കരച്ചിൽ വന്നു. കരയണ്ട, ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രം. സമ്മതിച്ചില്ലെങ്കിലും മനുവേട്ടൻ്റെ ജീവിതം കൊഞ്ഞായിട്ട് പോകുമെന്നല്ലേ ഉള്ളൂ. സിമ്പതിയൊന്നും വേണ്ട. ഇതുവരെ നിങ്ങൾ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ മുഖത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരാളാണ് എന്നേക്കാൾ യോഗ്യനെന്ന് തോന്നിയ ഓക്കെ, പരാതിയില്ല. ആശ പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് പുരുഷൻ്റെ ആത്മജീവിത സാക്ഷാത്കാരം എന്നൊരു മഹാസങ്കല്പമൊന്നും എനിക്കില്ല. ഒക്കെ നമുക്ക് തൽക്കാലം ഈ വിഷയം വിടാം. ഞാൻ ചോദിക്കാൻ മറന്നു, എങ്ങനെയുണ്ട് പുതിയ സ്ഥലവും വീടും, പുതിയ അച്ഛൻ, പുതിയ ജീവിതം? മനുവേട്ടൻ ഇപ്പോൾ എന്നോട് ദേഷ്യ. അലീനയ്ക്ക് കണ്ടമിടറി. മനുശങ്കറിന് അത് മനസ്സിലായി. നിന്റെ സ്വരം ഒരു പരുഷമായിരുന്നു. സ്തോപത്തിൽ നിന്ന് സമതയിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് ദേഷ്യം പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ മുഖം ഇങ്ങോട്ട് അടുപ്പിച്ചു കൊണ്ടുവന്നു. കണ്ണീര് വന്നു. നനഞ്ഞ ഇടത്തെ കണ്ണിൽ ഒരുമ്മ, അല്ലാത്ത കുസൃതി കണ്ണിലും ഒരുമ്മ. ഒക്കെ ഇപ്പോൾ ദേഷ്യമെല്ലാം പോയി. ഇനി പറ, എങ്ങനെയുണ്ട് കുളത്തുപുഴ? റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. അതിനൊക്കെ മുൻപ് ഇത് എന്താ നമ്പർ? രോഹിത് തന്ന. ആഹാ, വെറുതെയാണോ എനിക്കൊരു പിടിയും കിട്ടാതെ പോയത്? ഇനി പനന്തത്തെ പറയുന്ന പോലെ പറഞ്ഞു. അലീന തൻ്റെ കുളത്തുപുഴയിൽ എത്തിയത് മുതൽ ഇവിടെ വരെയുള്ള എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. മനുശങ്കർ ഇടയ്ക്കിടെ ചില കമൻറ്റുകളോടെ മൂളിക്കൊണ്ടിരുന്നു. ഒടുവിൽ അലീന അവൻ്റെ മുൻപിൽ ഒരപേക്ഷ വെച്ചു. മനുവേട്ടൻ ഇനി വരുമ്പോൾ കടപ്പാട്ടൂരിലൊന്ന് പോണേ. ഞാൻ പോന്ന ശേഷം അവിടെ ഇത്തിരി പ്രശ്നത്തിലാണ്. അമ്മ എന്നോടുള്ള വാശിക്ക് അവിടെ ടൈം ടേബിളൊക്കെ തെറ്റിച്ചിരിക്കുന്നു. 3 പേരും വിഷമിച്ചിരിക്കുകയാണ്. രോഹിത് ഇനി തെറ്റിപ്പോവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഭവിത, മനുവേട്ടൻ ചെന്ന് അവളോട് സംസാരിക്കണേ. അവൾക്ക് പെട്ടെന്ന് മനസ്സിടിയും. പിന്നെ ഒന്നും നോക്കാനില്ല. ആരെയും വകവയ്ക്കില്ല. സ്നേഹം കൊണ്ടല്ലാതെ അവളെ അനുസരിപ്പിക്കാൻ പറ്റില്ല. ഇനി എന്നാ മനുവേട്ടൻ വീട്ടിൽ പോണേ? ഈ വീക്കെൻഡിൽ പോയേക്കാം. നീ എൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് വെച്ചതല്ലേ? മനുവേട്ടൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് പോകണ്ട. അലീന, നീ എന്നെ വിളിച്ചത് ഇതിനു വേണ്ടി മാത്രമല്ലേ? ഓക്കെ, അത് ഞാൻ ചെയ്തോളാം. വേറെ വല്ലതും പറയാനുണ്ടോ? എൻ്റെ അടുത്തുള്ള ദേഷ്യം പോയോ? കംപ്ലീറ്റ് ദേഷ്യം പോയി. അല്ല, കുറച്ച് ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? മനുവേട്ടൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. എന്താ ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ ഫോൺ വെച്ചു. അവൾ കോൾ എൻ്റെ ബട്ടൺ അമർത്തിയപ്പോഴേക്കും കള്ളി എന്ന് അവൾ ആത്മകഥം പോലെ മന്ത്രിക്കുന്നതുകൂടി കേട്ടു. അലീന ചുമലിലേക്ക് ചാരി നിന്നു. ദീർഘശ്വാസമെടുത്തു. പുറമേ ഒരു ഉണർവും സന്തോഷവുമൊക്കെ തോന്നിയെങ്കിലും മനസ്സിനെ അടിത്തട്ടിൽ ഭീതിപ്പെടുത്തുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടി. ഈ സ്നേഹം മായ്ക്കാനാവാത്ത മുറിവുകളും സഹിക്കാനാവാത്ത സങ്കടങ്ങളും കൊണ്ടുവരുമോ എന്ന് ഉള്ളിലിരുന്ന് ആരോ മുന്നറിയിപ്പ് തരുന്നത് പോലെ. ഇത് തനിക്ക് സ്വീകരിക്കാനാവുമോ? എവിടെയെങ്കിലും ഇത് അംഗീകരിക്കപ്പെടുമോ? അവൾക്ക് ഒരു ഉത്തരം കിട്ടിയില്ല.
ആദക്കുട്ടിച്ചായൻ പുനലൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. ആദക്കുട്ടിച്ചായൻ വന്ന കാർ അന്നേ ദിവസം തന്നെ തിരിച്ചയച്ചതിനാൽ ബൈജുവാണ് കൊണ്ടുവിടാൻ പോകുന്നത്. ബൈജു കാർ ഇറങ്ങിക്കൊണ്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ആദക്കുട്ടിച്ചായനൊപ്പം അലീനയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ പോയിട്ട് വരാം, നാളെയോ മറ്റന്നാളോ ഇങ്ങ് വരും, ആദക്കുട്ടിച്ചായൻ അലീനയോട് പറഞ്ഞു. ഈ പുനലൂരെന്ന് പറയുന്നത് ഒരു പാടകലയൊന്നുമല്ല, വേണമെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു വരാമെന്നുള്ളതേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് വേറെ ചില ഇടപാടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് വല്യപ്പച്ചൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുപോലെ തോന്നുക. ഞാനും കേണലും കൂടി പിണക്കാണെന്നറിയാമല്ലോ, അലീന പറഞ്ഞു. തൽക്കാലം നീ അവൻ്റെ അടുത്ത് ഗുസ്തിക്കൊന്നും പോകണ്ട, അടുക്കളയിലും കയറണ്ട. പക്ഷേ നാളെ മുതൽ ഞാൻ സമരം തുടങ്ങും. നീ ഒറ്റയ്ക്ക് എന്ത് സമരം ചെയ്യാനാ മോളെ? ഈ മുറ്റത്ത് കൊടിയും പിടിച്ചുകൊണ്ട് നിന്ന് മുദ്രാവാക്യം വിളിക്കുമോ നീ? അതിനൊക്കെ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. വല്യപ്പച്ചൻ പോയിട്ട് വാ, അടുത്ത തവണ പോകുമ്പോൾ നമുക്കൊന്നിച്ചു പോകണം. നിനക്ക് നിന്റെ തറവാട് കാണണ്ടയോ? ആദ്യം ഞാനിവിടെ നിന്ന് കാലുറപ്പിച്ചോട്ടെ വല്യപ്പച്ച. അതും ശരിയാ, എന്നാൽ ഞാൻ പോയിട്ട് വരാം മോളെ. അലീന ഉവന്ന് തലയാട്ടി. ഔദക്കുട്ടിച്ചായൻ കാറിൽ ചെന്ന് കയറി. കാർ പതിയെ ഓടി ചെറിയ കുന്നിറങ്ങി അപ്രത്യക്ഷമായി. വൈകിട്ട് 4 മണിയോടെ മറ്റൊരു കാർ ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് എത്തി. ആൻ്റപ്പൻ അപ്പോൾ സിറ്റൗട്ടിലുണ്ടായിരുന്നു. കാറിൽ നിന്ന് മധ്യവയസ്കയായ ഒരു സ്ത്രീയും ജീൻസും ടീഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടിയും ഇറങ്ങി. ആൻ്റപ്പൻ ഉടൻ ഓടി സ്റ്റാൻലിയുടെ മുറിയിലെത്തി. സ്റ്റാൻലി സോഫയിൽ ചാരിക്കിടന്ന് ആനിമൽ പ്ലാനറ്റ് കാണുകയായിരുന്നു. അയാൾ തലതിരിച്ച് ആൻ്റപ്പനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം ആൻ്റപ്പൻ അറിയാം. സാർ, റീത്താമ്മ കൊച്ചമ്മയും ടാനിമോളും. സ്റ്റാൻലി TV മോണിറ്ററിലേക്ക് തന്നെ കണ്ണു നട്ടു. എവിടെ? കാറിൽ വന്നിട്ടുണ്ട്. വരട്ടെ, അതിനെന്താ, നീ പോയി നിന്റെ പണി നോക്ക്. ആൻ്റപ്പൻ വാതിൽ ചാരിയിട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ വാതിക്കൽ തട്ടുന്ന ശബ്ദം കേൾക്കാനായി. കമിൻ, സ്റ്റാൻലി പറഞ്ഞു. റീത്താമ്മയും ടാനിയും മുറിയിലേക്ക് കയറി നിന്നു. സോഫയിലും കാർപ്പറ്റിലും ഉണ്ടായിരുന്ന നായ്ക്കൾ സ്റ്റാൻലി എന്തോ സൂചന നൽകിയവ എഴുന്നേറ്റ് മാറിപ്പോയി. ഗുഡ് ഈവനിങ് പപ്പ. ടാനിയ യന്ത്രികമായി ഉരുവിട്ടു. വെരി ഗുഡ് ഈവനിങ്. റീത്താമോ, ഗുഡ് ഈവനിങ്. ഇരിക്കൂ. പട്ടികളിരുന്ന കസേരയല്ലേ ഇതെല്ലാം? അന്തസ്സുള്ള പട്ടികളാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പട്ടികൾ എത്ര വളർന്നാലും മനുഷ്യനോളം അന്തസ് ഒരിക്കലും അവറ്റയ്ക്ക് കിട്ടില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ പട്ടികൾ നിങ്ങളെക്കാൾ ഉയരാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് പട്ടികളെക്കാൾ താഴാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ആരാ സ്റ്റാൻലി തരം താഴ്ത്തുന്നത്? ഞങ്ങളൊരു വാർത്ത അറിഞ്ഞിട്ട് വരികയാണ്. സ്റ്റാൻലി ഇവിടെ ഒരു വെപ്പാട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. സ്റ്റാൻലിയുടെ മുഖം ചുവന്നു. ഒരു മുന്നറിയിപ്പ് ഞാൻ ആദ്യമേ തരിക. സ്റ്റാൻലി അവരുടെ മുഖത്തേക്ക് നോക്കി വിരൽ ചൂണ്ടി. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോളണം. ഇല്ലെങ്കിൽ സ്ത്രീയാണൊന്നും നോക്കില്ല, അടിച്ചിറക്കും ഞാൻ. മര്യാദകേട് കാണിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ആരാണ് സ്റ്റാൻലി ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്ന പെണ്ണ്? ഇങ്ങനെ മാന്യമായിട്ട് സംസാരിച്ചാൽ അന്തസ്സായിട്ട് സ്റ്റാൻലി മറുപടി പറയും. എൻ്റെ മകളാണത്. ഇതാണോ സ്റ്റാൻലി അന്തസ്സുള്ള മറുപടി? സ്റ്റാൻലിക്ക് എത്ര മക്കളുണ്ട്? എനിക്കിപ്പോൾ 4 പേരുണ്ട് മക്കൾ. ഒരെണ്ണം എവിടുന്ന് വന്നു? എൻ്റെ അനുജത്തി എൽസമ്മ 3 മക്കളെ പ്രസവിച്ചതായിട്ട് മാത്രമേ എനിക്കറിയൂ. നമ്മുടെ കുടുംബക്കാർക്കും അത്രമാത്രമേ അറിയാവൂ. സ്റ്റാൻലി എൽസമ്മയെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ലെന്നും എനിക്കറിയില്ല. എൽസമ്മയല്ലാതെ വേറൊരു പെണ്ണ് സ്റ്റാൻലിയുടെ ഒരു മകളെ പ്രസവിച്ചെന്ന് കരുതിയാൽ മതി. അതെവിടുത്തെ അന്തസ്സാണ് സ്റ്റാൻലി? നാഴികയ്ക്ക് 40 വട്ടം അന്തസ്സിൻ്റെ കാര്യം പറയുന്നവനാണല്ലോ സ്റ്റാൻലി. ഇത് പട്ടാളക്കാരൻ്റെ അന്തസ്സാണോ അതോ കൊട്ടാരമറ്റം തറവാടിൻ്റെ അന്തസ്സോ? സ്റ്റാൻലിക്ക് അല്പം ക്ഷീണമായി. റീത്തമ്മ പറയുന്നത് ന്യായമാണ്. അതിന് തർക്കുത്തരം കണ്ടു ബന്ധിച്ചിട്ട് കാര്യമില്ല. സ്റ്റാൻലി നേരെ വിഷയത്തിലേക്ക് വന്നു. റീത്തമ്മയ്ക്ക് എന്താക്കി അറിയണം? വെറുതെ ഇവിടെ കിടന്നു നാവിട്ടലയ്ക്കാതെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും ഞാൻ. എൽസമ്മയുടെ കഴുത്തിലല്ല സ്റ്റാൻലി താലി കിട്ടിയത്. ഇനി വേറൊരു സ്ത്രീയിലും മക്കളുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇനി വേറെ എത്ര വെപ്പാട്ടിമാരും മക്കളും വരാനുണ്ട്? അതറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ആദ്യമേ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. വെപ്പാട്ടി എന്നൊരു പ്രയോഗം ഇനി ഇവിടെ കേൾക്കരുത്, സ്റ്റാൻലി താക്കീത് ചെയ്തു. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മകൾ ഇപ്പോഴുണ്ടായല്ലോ. പിന്നെ എങ്ങനെ അതുണ്ടായി? റീത്താമ്മയുടെ സ്വരത്തിൽ രോഷം തിളച്ചു. അത് ഞാൻ എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപുള്ള ഒരു അഫെയറിൽ സംഭവിച്ചു പോയതാണ്. എങ്കിൽ പിന്നെ എന്തിന് എൻ്റെ അനുജത്തിയുടെ ജീവിതം തുലച്ചു? അവളെ തന്നെ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചുകൂടായിരുന്നോ? അങ്ങനെയായിരുന്നു ആഗ്രഹം. അന്ന് നടന്നില്ല റീത്താമ്മ. സ്റ്റാൻലി ഗൗരവം വിടാതെ പറഞ്ഞു. ഇനി എൽസമ്മയും മകളും എന്തു ചെയ്യണം? അതുകൂടി പറഞ്ഞേ. അവരൊന്നും ചെയ്യണ്ട. അവരവരുടെ കാര്യം നോക്കി ഇപ്പോഴിരിക്കുന്നിടത്ത് തന്നെ അടങ്ങിയിരുന്നാൽ മതി. അങ്ങനെ ഇരുന്നാൽ പോരല്ലോ, പുറത്തിറങ്ങി നടക്കണ്ടേ? ഇനി അത് വൈകാതെ നാട് മുഴുവൻ പരക്കുമല്ലോ. സ്റ്റാൻലിക്ക് പഴിച്ചുണ്ടായ മകളാണെന്ന്. അവളിപ്പോൾ സ്റ്റാൻലിയുടെ കൂടെയാണ് താമസമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എൽസമ്മ എന്തു പറയണം? എൽസമ്മ എന്തെങ്കിലും ഉത്തരം പറഞ്ഞോളും. അതോർത്ത് റീത്താമ്മ വിഷമിക്കേണ്ട. അല്ലെങ്കിൽ അവൾ എന്നോട് വന്ന് ചോദിക്കട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞുകൊള്ളാം. മക്കളുണ്ടല്ലേ വേറെയും സ്റ്റാൻലിക്ക്? കുടുംബത്തിൽ ജനിച്ചവർ ഈ നൽകുന്നത് സ്റ്റാൻലിയുടെ മോളാണല്ലോ.
ഇവൾക്ക് കോളേജിൽ പോകണ്ടേ? പപ്പയ്ക്ക് ഒരു രഹസ്യപുത്രിയുണ്ടെന്ന് കേട്ടല്ലോ എന്ന് ആരെങ്കിലും കളിയാക്കിയാൽ ഇവൾ എന്ത് മറുപടി പറയും? ഇവളുടെ തല താണു പോകില്ലേ? ഈ മകളുടെ മനസ്സിൽ തട്ടുന്ന അപമാനത്തിന് സ്റ്റാൻലിയുടെ കയ്യിൽ മറുമരുന്നുണ്ടോ? പട്ടാളക്കാരൻ്റെ തൊപ്പിൽ വെക്കുന്ന കീർത്തിമുദ്രയോ യൂണിഫോമിൽ തുന്നിച്ചേർക്കുന്ന മെഡലോ സ്റ്റാറോ ഒന്നുമല്ലല്ലോ. ഒരു അവിധ സന്ധതിയുടെ അപ്പനാണെന്ന് ദുഷ്പേരാണോ സ്റ്റാൻലി? സ്റ്റാൻലി അസ്വസ്ഥനായി എഴുന്നേറ്റു. റീത്താമ്മ, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചെന്നുള്ളത് ശരിയാണ്. അത് പരാജയപ്പെട്ടു പോയി. ഇങ്ങനെയൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഏറ്റെടുത്തു. അതെൻ്റെ കടമയാണെന്ന് തോന്നി. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ സ്റ്റാൻലി? സ്റ്റാൻലിയുടെ മക്കൾ പൊരുത്തപ്പെടാൻ കഴിയുന്ന സംഗതിയാണോ സ്റ്റാൻലി? അമ്മമാരോട് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരുത്തിയെ വിളിച്ചു വരുത്തിയത്, കൂടെ താമസിപ്പിക്കാൻ അനുവദിച്ചത്. റീത്താമ്മ ഏകദേശം 24 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അന്ന് എൽസമ്മ എൻ്റെ ഭാര്യയായിരുന്നില്ല. എനിക്ക് മക്കളുണ്ടായിരുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അവരോട് ആലോചിക്കേണ്ടത് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ആരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല സ്റ്റാൻലി ഇന്നേ വരെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി അത് മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം സ്റ്റാൻലി മനസ്സിലാക്കിക്കും. എൽസമ്മ അവളുടെ മക്കളും ആരുമില്ലാത്തവരല്ല. പുളിക്കൽ തറവാട്ടിൽ എന്തിനും പോകുന്ന ആണുങ്ങളുണ്ടായിരുന്നു എല്ലാ കാലത്തും. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഞങ്ങൾക്ക് ഒന്നും രണ്ടുമല്ല 4 ആങ്ങളമാരുണ്ട് ചോദിക്കാനും പറയാനും. അതും പോരെങ്കിൽ ഈ നാട്ടിൽ പോലീസുണ്ട്, കോടതിയുണ്ട്, പള്ളിയും പാതിരിയുമുണ്ട്. ഇത് ഞങ്ങൾ വെറുതെ വിടില്ല സ്റ്റാൻലി. റീത്താമ്മയ്ക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷെ അതിനു മുൻപ് ഒന്ന് ചിന്തിച്ചോണം. കഴിഞ്ഞ 24 വർഷം കൊണ്ട് കുളത്തൂപ്പുഴ ടൗണിലെ പാലത്തിനടിയിൽ കൂടി ഒഴുകിപ്പോയ വെള്ളം മുഴുവൻ തിരികെ കൊണ്ടുവരാൻ റീത്താമ്മയ്ക്ക് പറ്റുമോ? മീൻമുട്ടയാറ് തലകുത്തിനെ തിരിച്ചു പിടിച്ചാൽ പറ്റുമോ? ഇല്ല. 24 വർഷം മുമ്പ് ജനിച്ച കുഞ്ഞിനെ തിരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിപ്പിക്കാൻ പറ്റുമോ? അവളുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് സ്റ്റാൻലിയുടെ പേര് വെട്ടിക്കളയാൻ പറ്റുമോ? അത് സ്റ്റാൻലിയുടെ ന്യായം. പക്ഷേ നീതിമാന്മാർ നോക്കുമ്പോൾ ഞങ്ങളുടെ പക്ഷത്തായിരിക്കും യഥാർത്ഥ ന്യായം. ഇങ്ങനെയൊരു മകളുണ്ടെങ്കിൽ തന്നെ അവൾ അവകാശവാദം ഉന്നയിക്കാതെ അന്ന് അംഗീകരിക്കേണ്ട ആവശ്യം സ്റ്റാൻലിക്കില്ല. അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാക്കി വെച്ച അപമാനങ്ങളും സ്റ്റാൻലി കണക്ക് പറയേണ്ടി വരും. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ റീത്താമ്മയ്ക്ക് പോകാം. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. പോവുകയാം, പക്ഷെ ഇനിയും വരും. റീത്താമ്മയുടെ സ്വരം കനത്തു. അവിടെ ടാനിയയുടെ കൈകൾ പിടിച്ചു. വാ മോളെ, ഇങ്ങനെ ഒരു പപ്പയുടെ മോളായിട്ട് ജനിക്കേണ്ടി വന്നതാ നിന്റെയൊക്കെ ശാപം. റീത്താമ്മ, ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം പോലും സംസാരിക്കരുത്. റീത്താമ്മ വാതിലിനോട് ചേർന്ന് നടന്നു. ടാനിയ 2 ചുവട് നടന്നിട്ട് തിരിഞ്ഞു നിന്നു. റീത്താമ്മ ആൻറ്റി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം പപ്പ, അതാണ് സത്യമെന്ന്. നീ എന്നോട് സംസാരിക്കാറായിട്ടില്ല. പോയിക്കോ വെളിയിൽ. സ്റ്റാൻലി വാതിലിനോട് ചേർത്ത് വിരൽ ചൂണ്ടി. ടാനിയ റീത്താമ്മയുടെ പിന്നാലെ വാതിൽ കടന്നുപോയി. ഇടനാഴിയിൽ ആനപ്പനെ കണ്ടു റീത്താമ്മ ചോദിച്ചു, എനിക്ക് അവളെ ഒന്ന് കണ്ടിട്ട് പോകണം. ഏതാ ആൻ്റപ്പ അവളുടെ മുറി? ആൻ്റപ്പൻ്റെ ശബ്ദമില്ല, പക്ഷേ മുറി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അലീന കുളി കഴിഞ്ഞ് വേഷം മാറി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നനച്ചു പിഴിഞ്ഞ വസ്ത്രങ്ങൾ അവളുടെ കൈക്കൂട്ടിലുണ്ടായിരുന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വാതിൽ തള്ളി തുറക്കപ്പെട്ടു. മധ്യവയസ്കയായ ഒരു സ്ത്രീയും പിന്നിൽ ജീൻസും ടീഷർട്ടും ധരിച്ച പെൺകുട്ടിയും. അവളുടെ മുഖം കണ്ട് അലീനയ്ക്ക് കൗതുകമായി. തൻ്റെ മുഖച്ഛായയോട് വിദൂര സാദൃശ്യമുള്ള ഒരു മുഖം. റീത്താമ്മ അലീനയെ അടിമുടി നോക്കി. ആദ്യം ഒരു അന്താളിപ്പാണ് അവൾക്ക് തോന്നിയത്. സ്റ്റാൻലിയുടെ അമ്മയെ റീത്താമ്മ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇനി സംശയത്തിന് അടിസ്ഥാനമൊന്നുമില്ല. റീത്താമ്മയ്ക്ക് മനസ്സിലായി. എന്താ നിന്റെ പേര്? റീത്താമ്മ അധികാര സ്വരത്തിൽ ചോദിച്ചു. അലീന പേര് പറഞ്ഞു. സ്റ്റാൻലിയുടെ പേരിലുള്ള സ്വത്തുകൾ മോഹിച്ച് ഇറങ്ങിത്തിരിച്ചിരിക്കും അല്ലേ? പക്ഷേ ഒന്ന് നീ ഓർത്തോ, 90 ദിവസം നീ ഇവിടെ തേക്കല്ല. റീത്താമ്മ പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിട്ടില്ലെന്ന് കൂടി മനസ്സിലാക്കിക്കൂ.